ചർച്ചയിലേക്ക് ശ്രീ PM നിയാസ്, സെനറ്റ് അംഗങ്ങളെ നിശ്ചയിച്ചതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളൊരു നിലപാടാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോൺഗ്രസിന്റെ നിലപാട് അത്തരത്തിൽ തന്നെയാണോ? നോക്കൂ, ഞാനിതിൽ കൃത്യമായി പറഞ്ഞു. ഞാനാണ് നേരത്തെ പറഞ്ഞ രാംദുലാരി സിൻഹ ഉൾപ്പെടെയുള്ള നിരവധി ചാൻസലർമാരായി ഗവർണർമാരായിട്ടുള്ള അക്കാലത്തെ ചാൻസലർമാർ ഇത്തരത്തിൽ അധികാരമെടുത്തിട്ടുണ്ട്. ഞാൻ മറിച്ചൊരു ചോദ്യം സലീമിനോട് ചോദിക്കട്ടെ. സലീമെ, അങ്ങയുടെ ഗവൺമെൻറ് താല്പര്യമുള്ള കേരളത്തിലെ വൈസ് ചാൻസലർമാർ കൊടുത്തിരിക്കുന്ന പേരുകൾ എത്രമാത്രം കറതീർന്നതാണ്, എത്രമാത്രം യോഗ്യതയുള്ളവരാണ്? പാർട്ടിക്കാരായ ചില സിൽബന്ദികളെ അവിഹിതമായി കയറ്റി വെക്കാനല്ലേ കാലാകാലങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ? അത് തന്നെയല്ലേ കണ്ണൂർ വൈസ് ചാൻസലറെ വെക്കുന്ന കാര്യത്തിൽ താങ്കളുടെ മുഖ്യമന്ത്രി നേരിട്ട് പോയി അഭ്യർത്ഥിച്ചത്? അപ്പോൾ അത് അയോഗ്യനായ ആളെ അയോഗ്യമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച ബിന്ദു എന്ന് പറയുന്ന മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ചെയ്ത തെറ്റൊന്നും കേരളത്തിലെ ഗവർണർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഒരു കാര്യമുണ്ട്. കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥി നിയമനം നടത്തിയത് അത് ശരിയല്ല എന്ന് ഹൈക്കോടതിയുടെ ഒരു കണ്ടെത്തലുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്ററിം ഓർഡറുണ്ട്. ആ ഓർഡർ പ്രകാരം അത് തിരുത്തപ്പെടേണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നതും നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരുകളും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം വെച്ച് നമുക്ക് പരസ്പരം ഡിബേറ്റ് ചെയ്യാം. ഓരോരുത്തരുടെയും കഴിവുകളും നമ്മൾ നോക്കാം. അവർ യോഗ്യരാണോ യോഗ്യരല്ല എന്ന് നോക്കാം. എന്നിട്ട് താങ്കളുടെ വാദമാണ് ശരിയെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. അത് അങ്ങ് തയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചത് അങ്ങ് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടായി ആരോഗ്യ സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ മറ്റ് സർവകലാശാലയിൽ താങ്കളുടെ പേരുകൾ, താങ്കളുടെ ഗവൺമെൻറ് നൽകിയ പേരുകൾക്ക് പകരം വൈസ് ചാൻസലറെ നിയമിച്ചത് ഉൾപ്പെടെയുള്ള ഗൗരവതരമായ കേരളത്തിലെ ഗവർണർ ചെയ്ത ഗവർണർ ചെയ്ത നടപടി ഉണ്ടായതിനു ശേഷമാണ് ഗവർണർ ചാൻസലർ സ്ഥാനം ഒഴിയാമെന്ന് തീരുമാനിച്ചത്. എന്നിട്ടും താങ്കൾ മുന്നോട്ട് പോയത്, താങ്കളും സംഘപരിവാറും താങ്കളുടെ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള ആ അന്തർലീനമായ ആ കൊടുക്കൽ വാങ്ങലിൽ പ്രശ്നമുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ താങ്കളുടെ പാർട്ടി അന്ന് ഞങ്ങൾ ഉയർത്തിയ അടിയന്തര പ്രമേയത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. SFIയുടെ കാര്യങ്ങൾ ഇവിടെ പ്രിൻ്റ് ഇവിടെ പറഞ്ഞു. എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള. SFIക്കാരായ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ PSCയുടെ ഉത്തരക്കടലാസുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കണ്ടെടുത്തു. ആ ഉത്തരത്തിൽ 1ാം റാങ്കുകാരും 2ാം റാങ്കുകാരും SFIക്കാരായ SI ടെസ്റ്റുകളിൽ 1ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും എത്തിയത് ചരിത്രമല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ പരീക്ഷ റദ്ദാക്കിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാലാകാലങ്ങളിൽ SFIക്കാരൻ BCom പാസ്സാവാത്തതിനെ അതേ കോളേജിൽ MCom വെച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല. തോറ്റ സ്ഥാനാർത്ഥി, ഒരിക്കലും മത്സരിച്ചിട്ടില്ലാത്ത സ്ഥാനാർത്ഥിയെ UUC ആയി കൊണ്ടുവന്ന പാർട്ടിയാണ് SFI. അപ്പോൾ SFI എന്ന് പറയുന്ന തമ്മാടിക്കൂട്ടം ഈ രാജ്യത്തെ അരാജകവാദികളായ, ഈ രാജ്യത്തെ ഗുണ്ടകളായ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മാഫിയയുടെ ആളുകൾ. അതുകൊണ്ടാണല്ലോ വയനാട്ടിലെ വിവിധ പോളിടെക്നിക്കുകളിൽ നടന്ന നടപടികൾ എന്താ? രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കാൻ പോയ പ്രതികളിലെല്ലാം ലഹരി മരുന്നിന് അടിമപ്പെട്ടവരാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇന്ന് കേരളത്തിൽ, ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം, ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ +2 കഴിഞ്ഞ എല്ലാവരും എത്ര ശതമാനം? 30% വിദ്യാർത്ഥികൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് സീറ്റുകൾ എത്ര ലക്ഷമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്? കേരളത്തിലെ ഡിഗ്രി സീറ്റുകൾ എത്ര ശതമാനമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കാനുള്ള കാരണം SFIയുടെ അതിപ്രസരമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അവരുടെ കൊടികളിൽ എഴുതി വെച്ചെങ്കിലും അശേഷം ജനാധിപത്യവാദിയല്ലാത്ത പാർട്ടിയാണ്. എൻ്റെ പ്രിയ സഹോദരൻ സലീമും അദ്ദേഹം ഡെമോക്രാറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. എപ്പോഴും സോഷ്യലിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തെ ബഹുമാനിച്ചിട്ടുള്ളൂ, അംഗീകരിച്ചു മാത്രമേ ഉള്ളൂ. എന്നാൽ സലീം മടവൂരെ, നിങ്ങൾ ഏതെങ്കിലും ക്യാമ്പസിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ SFI അംഗീകരിച്ചിട്ടുണ്ടോ? എത്ര നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, ASFിൻ്റെ പാർട്ടി പ്രവർത്തകർ, LDF മുന്നണിയിലുള്ളവ
ഏതെങ്കിലും ആളുകൾക്ക് അടി കിട്ടാതെ SFIക്കാരിൽ നിന്നും അടി കിട്ടാതെ മുന്നോട്ട് കൊണ്ടുപോയ കാര്യമുണ്ടോ? അപ്പോൾ SFI എന്നൊരു തെമ്മാടക്കൂട്ടത്തെ ഇങ്ങനെ കയറൂരി വിട്ടെങ്കിൽ മാത്രമേ CPM കേരളത്തിൽ നിലനിൽപ്പുള്ളൂ. ഈ ഗുണ്ടാ നേതാവായ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി, തനിച്ച ഗുണ്ടയായ കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിലെ പഴയ ഗുണ്ടാ നേതാവിന്റെ പരിവേഷത്തിൽ നിന്നും ഇന്നും മുഖ്യമന്ത്രിയുടെ പരിവേഷത്തിൽ അദ്ദേഹത്തിന് മാറാൻ അദ്ദേഹത്തിന്റെ മനസ്സും ശരീരഭാഷയും അദ്ദേഹത്തിന്റെ മനസ്സും പ്രവൃത്തിയും ഒന്നും മാറിയിട്ടില്ല. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ഗുണ്ടകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി SFIയെ ഇങ്ങനെ കുട്ടി ഗുണ്ട തെമ്മാടി കൂട്ടങ്ങളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഒരു ശക്തമായ നിലപാട് ഗവർണറുടെ ഭാഗത്തുണ്ടായി എങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ ഏതർത്ഥത്തിലും അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന പല തീരുമാനങ്ങളും, ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കട്ടെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ SFIയുടെ ആളുകൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? സഭ്യതയില്ലാത്ത മുദ്രാവാക്യങ്ങൾ, സഭ്യതയില്ലാത്ത ബാനറുകൾ കെട്ടി അവർക്ക് ഗവർണറുടെ താമസിക്കുന്ന പരിപാടി നടക്കുന്ന തൊട്ടടുത്ത് 100 മീറ്റർ അപ്പുറത്ത് വന്ന് ഇങ്ങനെ സംഘടിച്ച് നിൽക്കുമ്പോൾ കയ്യും നെട്ട് നിൽക്കുന്ന പോലീസ് ഈ ഗുണ്ടകളെ, ഈ മാടിക്കൂട്ടങ്ങളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കേരളത്തിൽ നിന്നും എന്നേക്കുമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, ഇത് SFIക്കാരല്ലാത്ത മുഴുവൻ ആളുകളും ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടാകും. അത് കേരളത്തിൽ അവിടെ ഉണ്ടാക്കുന്ന റവന്യൂ നഷ്ടം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, കേരളത്തിലെ ജനസമൂഹം എന്നേക്കുമായി ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ പോകേണ്ട ഗതികളുണ്ടാകും. എൻ്റെ മക്കളടക്കം ഇന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പഠിക്കാനല്ല. എൻ്റെ കുടുംബത്തിലോ എനിക്ക് പരിചയമുള്ളവരെ ഒരു 100 പേരെടുത്താൽ അത് 90% ആളുകളും ആഗ്രഹിക്കുന്നത് കേരളത്തിന് പുറത്തോ വിദേശത്തൊക്കെ പോകാനാണ്. കാരണം നിങ്ങൾ ഈ തെമ്മാടി കൂട്ടത്തിനിടയിൽ പഠിക്കുവാൻ അവരാഗ്രഹിക്കുന്നില്ല, രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പോലും, ഏറ്റവും നല്ല അധ്യാപകർ, ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാർ, ഏറ്റവും നല്ല ഉന്നത മേഖലയിലുള്ള ആളുകളൊക്കെ ഇന്നൊരു കൊഴിഞ്ഞുവെക്കിൻ്റെ വക്കാണ്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് ശ്മശാനമുഖമാക്കി മാറ്റുവാൻ ഉള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേപ്പോലെയുള്ള സോഷ്യലിസ്റ്റുകൾ, അങ്ങേപ്പോലെയുള്ള ഏറ്റവും നല്ല ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറാവണം. ഈ SFIയുടെ തെമ്മാടിക്കൂട്ടത്തിനെതിരായി നിലപാടെടുത്ത ഗവർണറാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കോഴിക്കോട്ടും കേരളത്തിലും ഉള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കോഴിക്കോട് മിഠായിത്തെരുവിൽ, ചരിത്രമിറങ്ങുന്ന മിഠായിത്തെരുവിൽ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള സ്നേഹം പിടിച്ചുപറ്റാൻ സാധിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഗവർണറുടെ നന്മയേക്കാൾ, ഗവർണറുടെ പ്രവർത്തനത്തെക്കാൾ ഏറ്റവും പ്രധാനം നിങ്ങളോടുള്ള എതിർപ്പാണ്. SFIയോടുള്ള, മുഖ്യമന്ത്രിയോടുള്ള, LDFിനോടുള്ള, CPMനോടുള്ള എതിർപ്പും അമർഷവുമാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. തെമ്മാടിക്കൂട്ടങ്ങളെ എല്ലാവരെയും, അത് SFI ആണെങ്കിലും, അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും, KSU ആണെങ്കിലും, അതുപോലെ തന്നെ ABP ആണെങ്കിലും, തെമ്മാടിക്കൂട്ടങ്ങളായി കാണുവാൻ എല്ലാവർക്കും ഒരു നീതിയായി, ഇരട്ട നീതിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല. സ്വന്തം മകൾക്ക് പണിയെടുക്കാതെ മാസപ്പടി വാങ്ങുവാൻ സ്വന്തം മകൻ്റെ അമ്മായിയപ്പന് കേരളത്തിലെ ജനങ്ങളിൽ നിന്നും അങ്ങ് പോക്കറ്റടിച്ച് അമ്മായിയപ്പന് കൊടുക്കുവാനുള്ള ഒരു അമ്മായിയപ്പനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ യാത്ര അദ്ദേഹത്തിൻ്റെ CPMൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹായിക്കുന്ന LDFിൻ്റെയും നാശത്തിലേക്കുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ LDFന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും നിങ്ങൾ ഈ തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ശവക്കഴി തോണ്ടുന്നതിനുള്ള അവസാനത്തെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഭരണകൂടം പോലും നിങ്ങൾക്കില്ലാതെയായി കേരളത്തിലെ സിംഹവാലൻ കുരങ്ങിനെ പോലെ ഇന്ന് ഇല്ലാതാവുന്നൊരു പ്രസ്ഥാനമായി, ഇന്ത്യയിൽ നിന്നും ഇല്ലാതാവുന്നൊരു പ്രസ്ഥാനമായി CPM മാറേണ്ടി വരുമെന്ന് നിങ്ങളുടെ CPMനെ ഉപദേശിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.